ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. 2 ദിവസം മാർക്കറ്റ് ഒരു റാലി ഉണ്ടായിരുന്നു. ഇന്നൊരു പോസ്. നിഫ്റ്റിയും സെൻസെക്സും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. സെൻസെക്സ് ഏകദേശം ഒരു 500 പോയിന്റ് അടുത്തും നിഫ്റ്റി ഏകദേശം 100 പോയിന്റ് അടുത്തും ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്നലെ സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്നു. 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്നു. പിന്നീടാണ് നമുക്ക് ഇറാനിൽ നിന്ന് അശുഭകരമായിട്ടുള്ള കുറച്ച് വാർത്തകൾ കേട്ടതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഒരു മാർക്കറ്റിൽ ഒരു അസ്ഥിരതയുണ്ട്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ നാസ്ഡാക്ക് ഫ്യൂച്ചറിലോ ഈ ഒരു നെഗറ്റിവിറ്റി ഇല്ല. ഈവൻ ഇന്ന് ഇന്ത്യ വിക്സും മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത് ചെറുതായിട്ടൊന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. വീണ്ടും ഒരു നെഗറ്റീവായ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ കൂടിയും ഒരു ചെറിയൊരു പാനിക് സിനാരിയോ ഉണ്ട്. കാരണം ക്രൂഡ് പ്രൈസ് 95 വരെ ഇടിഞ്ഞതായിരുന്നു. പിന്നീട് തിരികെ പതിയെ കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി നിഫ്റ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ടും പെർഫോമൻസ് നടത്തിയിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസ് ആണ്. 4.2% റാലി രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിളും, ടെക് മഹേന്ദ്രയും, നെസ്ലയും, എറ്റേണൽ തുടങ്ങിയ കമ്പനീസ് നിഫ്റ്റിയിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. എന്നാൽ ഈ ടെക്കം പോലെയുള്ള കമ്പനീസ് IT പെർഫോമൻസ് നടത്തിയപ്പോൾ വിപ്രോയും TCSും IT നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. കൂടാതെ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ 1.7% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. മിഡ് ക്യാമ്പ് സെക്ടറിലേക്ക് നമ്മൾ കടക്കുമ്പോൾ KPT ടെക്നോളജി അല്ലെങ്കിൽ ടാറ്റ ടെക്നോളജി പോലെയുള്ള കമ്പനീസ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇറാൻ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഇറാൻ്റെ സർക്കാർ അനുകൂല മാധ്യമമായിട്ടുള്ള ഫാരിസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ ഒരുപാട് ഫണ്ട് ഈ US ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ബില്യൺ US ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അൺഫ്രീസ് ചെയ്യണമെന്നുള്ളതാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ടുള്ള ആവശ്യം. ഇത് ഇപ്പോൾ ചർച്ചയിലേക്ക് മധ്യസ്ഥ വഹിക്കാനായിട്ട് ഖത്തർ വന്നിട്ടുണ്ട്. ഓൾറെഡി തന്നെ പാകിസ്ഥാൻ നമുക്ക് ഈ ഒരു ചർച്ചയിൽ മധ്യസ്ഥ വഹിക്കുന്ന രീതിയിൽ ഈ പാകിസ്ഥാൻ ലൈവായിട്ടുണ്ട്. അപ്പോൾ ഖത്തർ കൂടി വന്നു എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. രാവിലെ നമ്മൾ കണ്ടിരുന്നു ഹോർമസ് കടലിടുക്കിൽ ബോട്ടിൽ US ആക്രമണം നടത്തി 4 പേര് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഈ ക്രൂഡ് പ്രൈസ് ചെറിയ രീതിയിലൊന്ന് സ്പൈക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു പാനിക് സിനാരിയോ ഉണ്ടാവാതെ ഗ്യാപ് ഡൗൺ ആയിരുന്നു ആ സസ്പെക്റ്റഡ്. എന്നാൽ ഒരു മാർക്കറ്റ് ഒരു വലിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയിട്ടില്ല. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ മാത്രമല്ല ഹോൾ കോൺട്രാക്ട് സ്റ്റോക്ക് അടക്കമുള്ള മന്ത്ലി എക്സ്പയറി. ഇനിയിപ്പോൾ നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. വ്യാഴാഴ്ച മാർക്കറ്റ് അവധി ആയതുകൊണ്ട്, ബക്രീദിൻ്റെ അവധി ആയതുകൊണ്ട് നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സെൻസെക്സിൽ വലിയ തോതിലുള്ള DK നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാം തന്നെ ബൈ ചെയ്ത ആളുകളുടെ എല്ലാം തന്നെ നിരാശാജനകമായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്. കാരണം പല ഈ ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ഇപ്പോൾ നമ്മളുടെ ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ഇൻസ്റ്റയിലാണ് അപ്ഡേറ്റഡ് ആയിട്ട് ഇടാറ്. അപ്പോൾ ആ റീലൊക്കെ ഇന്നലെ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാ പേജിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ അവിടെ ഏർലി മോർണിംഗ് അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, ഉറപ്പാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്നും ഫർദറായിട്ട് 2.87% ക്രാഷ് ചെയ്ത് 16.2 ആണ്. ജപ്പാൻ മാർക്കറ്റ് കോസ്പി കൊറിയൻ മാർക്കറ്റൊക്കെ ഓൾ ടൈം ഹൈ ആണ്. ഓസ്ട്രേലിയയും ജപ്പാനും ഇടി രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 1.2% ഫോളായി. സിൽവർ ആവട്ടെ 76, ബിറ്റ് കോയിനും 77 എന്ന നിലയിലാണുള്ളത്. ബ്രന്റ് ഓയിൽ ചെറുതായിട്ടൊന്ന് സ്പൈക്ക് ചെയ്ത് 96 വരെ എത്തി. കൂടാതെ തന്നെ നാച്ചുറൽ ഗ്യാസ് 1.46% സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ക്രൂഡ് പ്രൈസ് എല്ലാം തന്നെ 115-20 വരെയൊക്കെ പോയ ക്രൂഡ് പ്രൈസ് ഒന്ന് ഫോള് ആയതായിരുന്നു. വീണ്ടും ക്രൂഡിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഹയർ സൈഡിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ യുദ്ധം നിൽക്കട്ടെ. നമ്മൾ യുദ്ധത്തിന് ഇപ്പോൾ ഇന്ന് നിൽക്കും അല്ലെങ്കിൽ നാളെ നിൽക്കുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. ന്യൂസുകൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും പല സോഴ്സിൽ നിന്ന് വന്ന ന്യൂസുകളാകാം. അപ്പോൾ അതെല്ലാം തന്നെ ചിലത് അൺകൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ന്യൂസുകൾ കേൾക്കാം, നമ്മുടെ യുക്തി ഉപയോഗിക്കുക. വേണമെങ്കിൽ ക്രോസ് ചെക്ക് നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഈ ഒരു ചാനലാണ് എല്ലാം ഞാൻ പറയുന്നതെല്ലാം തന്നെ 100% ശരിയാണ് എന്നുള്ള രീതിയിൽ ബ്ലൈൻഡ്ലി വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ പറയാൻ ശ്രമിക്കുന്നു, ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യാൻ, വിലയിരുത്താം. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. കോഴിക്കോട് ഞാൻ ഈ ആഴ്ച ഉണ്ടാവും. കൊച്ചിയിലും നമുക്ക് ഈ ക്ലാസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാം. നമ്പർ ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്. ഇനി വരാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ
നമുക്ക് ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം, ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നിലും ജോയിൻ ചെയ്യാം. ഭീകരമായ ഫീസൊന്നും പഠിക്കാതെ കുഞ്ഞു ഫീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടുവരാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ പുട്ട് കോൾ റേഷ്യോ അതീവ ഭീകര നെഗറ്റിവിറ്റി ഇല്ല, 0.96 ആണ്. സ്പോട്ട് നിൽക്കുന്നത് 23,900 എന്ന റേഞ്ചിലാണ്. കോള് ഈ ഗ്രീൻ കളർ കാണുന്നത് കോൾ റൈറ്റിംഗ് ആണ്, അതായത് 24,000 വലിയ കോൾ റൈറ്റിംഗ് ഉണ്ട്. മേജർ റെസിസ്റ്റൻസ് സോണാണ്, ശരിയാണ്. പക്ഷേ 24,000 തന്നെ ഈ പുട്ട് റൈറ്റിംഗ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ആളുകൾ സ്ട്രാഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ അടുത്ത മണിയിലും ഒരു കൺസോൾട്ടേഷനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 8% ഉയർന്നു. കമ്പനി ₹1 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സ്വാത്തിക് ഗ്രീൻ കമ്പനി 171 കോടി രൂപയുടെ സോളാർ മൊഡ്യൂൾ സപ്ലൈ ചെയ്യുന്ന ഓർഡർ കിട്ടി. ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് RBI പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസാണോ? അല്ല, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് RBI കേറ്റൻ മെർച്ചൻ്റ് ഇവരുടെ ഇൻട്രീം CEO അദ്ദേഹത്തിൻ്റെ കാലാവധി ഉയർത്തി എന്നുള്ള ന്യൂസാണ് കേട്ടോ. ഓക്കെ, HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് 45 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പൂർവങ്കര 2,300 കോടി രൂപയുടെ ബാംഗ്ലൂരിലെ ഒരു പ്രൊജക്റ്റ് ഇവർക്ക് കിട്ടി. ഭാരത് രസായൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 28 നിന്ന് 33 കോടി രൂപയിലേക്ക് ഉയർന്നു എന്നുള്ള ന്യൂസ്. ബയർ ക്രോപ്പ് സയൻസ് 140 നിന്ന് 162 കോടി രൂപയിലേക്ക് ഉയർന്നു. സൈമൻസ് കമ്പനി 580 നിന്ന് 370 പ്രോഫിറ്റ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ജെകെ ടയർ നെറ്റ് പ്രോഫിറ്റ് 97 നിന്ന് 178 കോടി രൂപയിലേക്ക് ഉയർന്നു പ്രോഫിറ്റ്. മധ്യ ഭാരത് അഗ്രോ കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോർഡ് അപ്രൂവ് ചെയ്തു. AE എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 285 നിന്ന് 393 ഉയർന്നു. RVNL ഇവർ റവന്യൂ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് 15 to 20%. വീനസ് പൈപ്പ് നെറ്റ് പ്രോഫിറ്റ് 23 നിന്ന് 25 കോടി രൂപയിലേക്ക് ഉയർന്നു. മാരിക്കോ ഇവരുടെ പുതിയ പാരച്യൂട്ട് ഷാംപു ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. റെഡ് ടേപ്പ് കമ്പനി 41 നിന്ന് 69 പ്രോഫിറ്റ് ഉയർന്നു. സ്റ്റോക്ക് നിന്ന് 11% റാലി രേഖപ്പെടുത്തി. മറൈൻ ഇലക്ട്രിക് കമ്പനി ഇവർക്ക് ഒരു 96 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. മർക്കൻസ് ഫാർമ കമ്പനി ഇവർക്ക് നോർത്ത് അമേരിക്കൻ നോർത്ത് അമേരിക്കയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്ക് നിന്ന് 15% റാലി രേഖപ്പെടുത്തി. അംബിക കോട്ടൺ കമ്പനി 15 നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. മർക്കൻസ് ഫാർമ നമ്മൾ റീഡ് ചെയ്ത ന്യൂസാണോ? മർക്കൻസ് ഫാർമ ഇല്ല, റീഡ് ചെയ്ത ന്യൂസ് അല്ലല്ലോ. റീഡ് ചെയ്ത ന്യൂസാണ്. മർക്കൻസ് ഫാർമ ഡബിൾ വന്നിട്ടുണ്ട്, വിട്ടേക്കാം. റിഫ്ലക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 57 നിന്ന് 94 കോടി രൂപയിലേക്ക് ഉയർന്നു. മൊബിക്വിക് കമ്പനി ഇവർ RBI ഇവരുടെ ഇവർക്കാണ് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. മൊബിക്വിക് കമ്പനിക്കാണ്. നേരത്തെ പറഞ്ഞ ഫിനോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ CEO ഇവരുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്ത ന്യൂസാണ് ഉള്ളത്. എനിവേ ഇതാണ് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. നമ്മൾ പരമാവധി ന്യൂസുകൾ കളക്ട് ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക, മാർക്കറ്റ് അപ്ഡേറ്റുകൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ എത്തിക്കുക, ന്യൂസുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് യാതൊരു ഗ്രൂപ്പില്ല, ബൈസെൽ റെക്കമെൻഡേഷൻ പരിപാടികളൊന്നുമില്ല. എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അവിടെയും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്.